നമസ്കാരം സുഹൃത്തുക്കളെ, കമൻറ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസ് നമ്മൾ വേൾഡ് കപ്പിനായിട്ട് സ്പെഷ്യലായി അവതരിപ്പിക്കുകയാണ്. ഒരു പക്ഷേ റാഫ് ടോക്സിൻ്റെ തുടക്കകാലത്ത് റാഫ് ടോക്ക് ഫോളോ ചെയ്തവർക്കൊക്കെ അറിയാം, അന്ന് നമുക്ക് ഏറെ സുഹൃത്തുക്കളുമായിട്ട് ഇൻട്രാക്ഷന് വഴിവെച്ച വലിയ രൂപത്തിൽ ആളുകൾ പലപ്പോഴും വീണ്ടും ആ വീഡിയോ സീരീസ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ഒരു വീഡിയോ സീരീസ് ആയിരുന്നു കമൻറ്റ് ഓഫ് ദി ഡേ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങളിടുന്ന കമൻറ്റുകളെല്ലാം നമുക്ക് നോക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ അന്ന് കമൻറ്റ് ഓഫ് ദി ഡേ ചെയ്തതായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളുടെ കമൻറ്റ് നമുക്കതിന് പറയാനുള്ള റിയാക്ഷൻസ് അങ്ങനെയാണ് പോയിരുന്നത്. പക്ഷേ പിന്നെ നിങ്ങൾക്കറിയാലോ, ചാനലിൽ കുറേ അധികം കമൻറ്റുകൾ വരാൻ തുടങ്ങി. നമ്മുടെ ഫാമിലി ഒന്ന് വലുതായപ്പോൾ ഈ കമൻറ്റ് ഓഫ് ദി ഡേ മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിർത്തിയതാണ്. പല സുഹൃത്തുക്കളും പലപ്പോഴും കമൻറ്റ് ഓഫ് ദി ഡേ പുനരാരംഭിക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വേൾഡ് കപ്പിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ കമൻറ്റ് ഓഫ് ദി ഡേ പുനരാരംഭിക്കണം, വേൾഡ് കപ്പിന് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾ, അത് റാഫ് ടോക്സിൻ്റെ മെയിൻ ചാനലിലായാലും പോഡ്കാസ്റ്റ് ചാനലിലായാലും വരുന്ന കമൻറ്റുകൾ നമ്മൾ എടുക്കുന്നു. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള കമൻറ്റുകളും ഫേസ്ബുക്ക് പേജിലെ കമൻറ്റുകളും എടുത്തിട്ട് ഒരു 4-5 കമൻറ്റുകൾ, ഒരു ദിവസത്തെ അത്ര നമുക്ക് പറയാൻ കഴിയും, 4-5 കമൻറ്റുകൾ നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്ത് പോവുകയാണ്. ഫുട്ബോളിൻ്റെ ആവേശം, അതിൽ നിങ്ങളിടുന്ന കമൻറ്റുകൾ, ആ ആവേശത്തിന് നമുക്ക് പറയാനുള്ള മറുപടികൾ, അത് രസകരമായ കമൻറ്റുകൾ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് അങ്ങ് കയറ്റി പറയുന്ന കമൻറ്റുകൾ ഉണ്ടാവും. അതിൻ്റെ റിയാക്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ സഫയുണ്ട്. ഓരോരോ കമൻറ്റുകളായിട്ട് അവർ വായിക്കും, നമുക്കതിൻ്റെ റിയാക്ഷനായിട്ട് പോകാം. ഫസ്റ്റ് കമൻറ്റ് ഒന്ന് നോക്കൂ. ഐ ആം ദി ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് തോന്നുന്നു. കളി കണ്ടു, സൗത്ത് ആഫ്രിക്ക ജയിച്ചു 2-1, ആഫ്രിക്ക 2 റെഡ് വൈസ് മെക്സിക്കോ 1 റെഡ്. അതായത് ഇന്നത്തെ ഉദ്ഘാടന മത്സരത്തെക്കുറിച്ചുള്ളൊരു കമൻറ്റാണ്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം എന്താ ഇയാൾക്ക് മിസ്റ്റേക്ക് പറ്റി, ഇയാൾ കളി കണ്ടില്ലെന്ന് തോന്നി. കളി കണ്ടു, സൗത്ത് ആഫ്രിക്ക ജയിച്ചു. കളി 2-0 ജയിച്ചത് മെക്സിക്കോ ആണല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത് സൗത്ത് ആഫ്രിക്ക ജയിച്ചു 2-1. എന്താ സംഭവം എന്നറിയോ? അത് റെഡ് കാർഡാണ്. 2 റെഡ് കാർഡ് സൗത്ത് ആഫ്രിക്കയ്ക്കും 1 റെഡ് കാർഡ് മെക്സിക്കോക്കും ഒക്കെ കൊടുത്തു. അപ്പോൾ അതിനെ നമ്മളൊരു സ്കോറായിട്ട് എടുക്കുകയാണെങ്കിൽ 2-1 സൗത്ത് ആഫ്രിക്ക ജയിച്ചല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്നറിയോ? കഴിഞ്ഞ 2 വേൾഡ് കപ്പുകൾ, 2018 വേൾഡ് കപ്പ്, 2022 വേൾഡ് കപ്പ്, ഈ 2 വേൾഡ് കപ്പുകളിൽ ആകെ കൊടുത്ത റെഡ് കാർഡ് എത്രയെന്നറിയോ? 2018 ആകെ 4 റെഡ് കാർഡാണ്. 2022 വേൾഡ് കപ്പിൽ ആകെ കൊടുത്ത 4 റെഡ് കാർഡാണ്. ഇത് 2026 വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 3 റെഡ് കാർഡ് എടുത്തങ്ങ് വീശിയിരിക്കുകയാണ്, നിർലോഭം വീശിയിരിക്കുക നമ്മുടെ ബ്രസീലിയൻ റഫറി സാമ്പായം. അപ്പോൾ അത് പലരും പലതരത്തിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ റിയാക്ഷൻസൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹം കളിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയോ അനാവശ്യമായ റെഡ് കാർഡ് വന്നോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ രസകരമായിട്ട് അവതരിപ്പിച്ച സുഹൃത്ത്, അപ്പോൾ അതൊന്ന് നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. എന്തായാലും അത് അടിപൊളി ആയിട്ടുള്ളൊരു നിരീക്ഷണമായിപ്പോയി. അടുത്തൊരു കമൻറ്റ് നോക്കൂ. അടുത്തത്, എന്നാലും റാഫിക്ക ബ്രസീലിൻ്റെ ജേഴ്സി ഇട്ട് അർജൻറ്റീനയുടെ കാര്യം പറയുന്നത് ഞങ്ങൾ അർജൻറ്റീനക്കാർക്ക് സഹിക്കില്ല. എന്ത് തൊയ്യബ അങ്ങനെ എന്തോ ഒരു അക്കൗണ്ട് എന്നാണ്, തൊയ്യബ കരു. ഓക്കെ അത് സംഭവം തൊയ്യബ കരുളായി. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ നമ്മൾ തൊയ്യബ കരുളായി അല്ലേ, അതിന് മറുപടി വന്നിട്ടുണ്ടല്ലോ. ആ മറുപടി റാഫ് ഭായ് എന്താ, തുണി ഉടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഈ വൃത്തികെട്ട അലവലാതി മഞ്ഞ, അയ്യേ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ, അർജന്റീനക്ക് ജയ് ജയ് ജയ്. ഓക്കെ, നന്ദനം എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് അത് പറഞ്ഞത്. ഇത് സംഭവം എന്താണെന്നറിയോ? ഇന്നലെ നമ്മൾ റാഫ് ഫാമിലിയിൽ ഒരു തമാശ രൂപത്തിൽ നമ്മൾ വീട്ടിലെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ ബ്രസീലിൻ്റെ ജേഴ്സി അണിയുന്നു. ആ ജേഴ്സി അണിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ നമുക്ക് റാഫ് ടോക്സിലേക്കുള്ള വീഡിയോ ചെയ്യുന്നത്. അത് വീഡിയോ മാത്രമല്ല, നമ്മുടെ ലൈവും ചെയ്തു എൻ്റെ ഒരു ഓർമ്മ. ഇന്നലെ എല്ലാ ദിവസവും ഇപ്പോൾ ഇനി റാഫ് ടോക്സിൽ ലൈവ് ഉണ്ട്. രാത്രി 8:30 നമ്മുടെ ലൈവ് ഉണ്ടാവുക, വേൾഡ് കപ്പ് ലൈവ്. അപ്പോൾ ഇന്ന് ലൈവ് മറക്കണ്ട, രാത്രി 8:30 റാഫ് ടോക്സിൻ്റെ മെയിൻ ചാനൽ. അപ്പോൾ ആ ലൈവിന് ഞാൻ ആ ബ്രസീലിൻ്റെ ജേഴ്സി ഇട്ടു. അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെൻസിയെ അർജൻറ്റീന സ്ക്വാഡിലേക്ക് എടുത്ത വാർത്ത ഞാൻ പറയുന്നത് ആ ബ്രസീലിയൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ്. അത് പിടിക്കാത്ത ആ സുഹൃത്ത് തമാശയായിട്ട് പറഞ്ഞതാണ് റാഫിക്ക ബ്രസീലിൻ്റെ ജേഴ്സി ഇട്ട് അർജൻറ്റീനയുടെ കാര്യം പറയുന്നത് ഞങ്ങൾ അർജൻറ്റീനക്കാർക്ക് സഹിക്കില്ല എന്ന് പറയും. പക്ഷേ അതിനേക്കാൾ രസകരമായി അതിൻ്റെ മറുപടി എനിക്ക് തോന്നി. എന്താ അറിയോ? തുണി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഈ വൃത്തികെട്ട അലവലാതി മഞ്ഞ, അയ്യേ ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇതാണ്
ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് കാലഘട്ടം എന്ന് പറയും, ഈ വേൾഡ് കപ്പിലെ മാസങ്ങൾ, ഒരു മാസം സാധാരണ ഈ പ്രാവശ്യം 40 ദിവസം, ഇതാണ് ഇതിനൊരു പ്രത്യേകത. ഇത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെയെന്നറിയോ, അർജൻറ്റീനയാണ്. നമ്മളറിയാതെ നമ്മൾ അവരാവുന്നു, അതാണ്. അപ്പം മറ്റേ ടീമിൻ്റെത് തമാശക്കാണ് ഇതൊക്കെ പറയുന്നതെന്ന് അറിയാം, മറ്റേ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, അല്ല തുണി എടുത്തില്ലെങ്കിലും വേണ്ടില്ല, മറ്റേ ടീമിൻ്റെ ജേഴ്സി പാടില്ല എന്നാണ്. പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 വേൾഡ് കപ്പിൽ അർജൻറ്റീന പുറത്തായതിനു ശേഷം മറിമായത്തിൽ അവരൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മെസ്സി കോയ എന്ന് പറഞ്ഞാൽ നിയാസ് അങ്ങനെ ഭാര്യ മഞ്ഞ ഡ്രസ്സ് അടിച്ച് വരുമ്പോൾ നിനക്ക് മഞ്ഞല്ലാതെ വേറൊന്നും ഇട്ട് വരാനില്ലേ, എത്ര നീല ചുരിദാർ നിനക്ക് വാങ്ങി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഒരു എന്താ പറയുക, ആവേശമാണ് ആ കാണിക്കുന്നത്. അപ്പോൾ അതെനിക്ക് രസകരമായി തോന്നിയൊരു കമൻറ്റാണ്. അടുത്ത കമൻറ്റ് ഫാസം ബലാത്ത് എന്നുള്ളൊരു അക്കൗണ്ടാണ്. ഓ കിട്ടിയാ കിട്ടി, ഞങ്ങൾ കൂളാണ് ബ്രോ, പക്ഷേ കുട്ടികൾ ഡബിൾ സ്ട്രോങ് ആണ്, ഇന്ത ആട്ടം പോതും അർജന്റീന. ഫസം ബാലൻ എന്ന് പറഞ്ഞ സുഹൃത്ത്, വേൾഡ് കപ്പ് അടിക്കാൻ സജ്ജമോ, അർജന്റീന താരങ്ങളുടെ പ്രകടനം എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോക്ക് ഇപ്പോൾ വന്ന കമൻറ്റാണ്. ആ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് അർജന്റീനക്കാരുടെ, അർജന്റീൻ ഫാൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റി. കിട്ടിയാ കിട്ടി, ഞങ്ങൾ കൂളാണ് ബ്രോ, കിട്ടിയാ കിട്ടി, ഞങ്ങൾ കൂളാണ് ബ്രോ എന്ന് പറയാൻ അവർക്കിപ്പോൾ, അല്ലെങ്കിൽ അർജന്റീൻ ഫാൻസിന് കഴിയുന്ന എന്തുകൊണ്ടാണ് അറിയോ, കഴിഞ്ഞ വേൾഡ് കപ്പിലെ വിജയമാണ്. അത് അവരത്ര അധികം ആഗ്രഹിച്ചതാണ്. 1986 ശേഷം നീണ്ട 3 പതിറ്റാണ്ടിന് ശേഷം അവർ ആ ഒരു കിരീടം സ്വന്തമാക്കിയ കാഴ്ചയാണ്. അതിപ്പോൾ മനസ്സിൽ നിന്ന് ആ ഭാരം ഒഴിഞ്ഞുപോയി. ഇനി അടുത്ത് കിട്ടിയാലെന്ത് കിട്ടിയില്ലെങ്കിൽ എന്ത്, ഞങ്ങളുടെ കുട്ടികൾ സ്ട്രോങ് ആണ് ബ്രോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു പ്രഷർ പോയി. 2, ഒരു മുൻകൂർ ജാമ്യമുണ്ട്. പ്രാവശ്യം തോറ്റാലും എന്താ കുഴപ്പമില്ല, കഴിഞ്ഞ തവണ ഞങ്ങളാ കൊണ്ടുപോയതെന്ന് പറയാനുള്ള ആ ഒരു സംഭവം കൂടി അതിലുണ്ട്. പക്ഷെ എന്താ പറയുക, ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും കപ്പെടുക്കുന്നത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ഇതെന്തുകൊണ്ടെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു രാജ്യം കപ്പെടുത്തിട്ട് ഞാനെന്തിനും ഇവിടെ കിടന്ന് അന്ന് ആഘോഷിച്ചു എനിക്കറിയില്ല. 2002 അറിയാൻ പറയുന്നത്, ബ്രസീൽ വേൾഡ് കപ്പ് എടുത്തിട്ട് നമ്മളൊരു വല്ലാത്ത പൊലിവിലേക്ക് അങ്ങ് പോകും. അതാണ് ഈ ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേകത. തമാശയായിട്ട് പറയാറില്ലേ, ഭാര്യ വേണമെങ്കിൽ മാറ്റാം, സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതാണ് അതിലെ കാര്യം. അതായത് ഇത് നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയൊക്കെയോ അങ്ങ് അലിഞ്ഞു ചേർന്നൊക്കെയാണ്. 2002 98 ബ്രസീൽ ഫൈനലിൽ പരാജയപ്പെടുമ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടതും 2002 അതേ ബ്രസീൽ കപ്പടിക്കുമ്പോൾ വേറൊരു മായിക ലോകത്തേക്ക് എത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്പാനിൽ ഒരു തവണയെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം കപ്പടിച്ച് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സന്തോഷമായിരിക്കും. അപ്പോൾ ആ സന്തോഷമാണ് കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ തവണ കുറേ സുഹൃത്തുക്കൾ അനുഭവിച്ചത്. ആ സന്തോഷത്തിൻ്റെ ആ ഒരു റിലാക്സേഷൻ്റെ ഒരു ബയോസ്ഫിയറാണ് ആ കമൻറ്റ്. ഇത്തവണ ഇനി ഇത് വേറെ ആർക്കെങ്കിലും 2 വട്ടമൊക്കെ നമ്മൾ ലൈഫ് സ്പാനിൽ കാണാൻ പറ്റുക പറഞ്ഞാൽ അത് സംഭവിക്കാറ്. ഇപ്പോൾ 94 വേൾഡ് കപ്പ് ബ്രസീൽ ജയിച്ചിട്ടുണ്ട്, 2002. 94 പറയുമ്പോൾ എനിക്ക് ചെറിയ ഓർമ്മകളേ ഉള്ളൂ. അത്ര ഭ്രാന്തമായിട്ടൊന്നും അന്ന് കളി ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് 2002 കണ്ടവരുണ്ടാവും, അവർക്കൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കിരീടം എടുക്കുക എന്നുള്ളത് വലിയ സംഭവമായിരിക്കും. ഇത്തവണ അത് അർജന്റീനയ്ക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സുഹൃത്തിൻ്റെ ഒരു റിലാക്സേഷൻ അതാണ്. ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ. അടുത്ത കമൻറ്റ് നോക്കൂ. അടുത്ത കമൻറ്റ്, കാര്യം ഇതിഹാസ താരമൊക്കെയാണെങ്കിലും വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞാൽ റൊണാൾഡോ ഇറക്കാതിരിക്കുന്നതാണ് പോർച്ചുഗലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നല്ലത്. ബേബി എന്നുള്ളൊരു 3842 എന്ന് പറയുന്നൊരു അക്കൗണ്ടാണ്. സന്നാഹ മത്സരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ത്, പോർച്ചുഗലിന്, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനമാണ്. പോർച്ചുഗൽ വേൾഡ് കപ്പിന് സജ്ജമോ എന്നുള്ള വീഡിയോക്ക് താഴെ വന്നാണ്. എന്തപ്പോൾ ഞാൻ അതിന് പറയാം, നമ്മൾ ഇന്നലത്തെ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലെ ചർച്ചയിൽ ഷിയാബ് സാറ് നിരീക്ഷിച്ചൊരു കാര്യമാണ്, കോച്ച് റിസ്ക് എടുക്കണം. എന്ത് റിസ്ക്? കോച്ച് റൊണാൾഡോയെ പുറത്തിരുത്തണം, അതിനുള്ള തയ്യാറാവണം എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. അത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അതായത് 41 വയസ്സായി, 42 വയസ്സിലേക്ക് അടുക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തെയാണോ നിങ്ങൾ മെയിൻ ടാർഗറ്റ് മാൻ ആക്കി വെച്ചിട്ട് കളിക്കാൻ ഇറങ്ങുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഞാൻ കാണുന്ന 2 വശങ്ങളുണ്ട്. ഒന്ന്, നോക്കൗട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ ക്രിസ്ത്യാനോയെ കളിപ്പിക്കണ്ടെന്ന് ഈ സുഹൃത്ത് പറയാനുള്ള കാരണം നോക്കൗട്ട് സ്റ്റേജിൽ ക്രിസ്ത്യാനോ ഗോൾ അടിച്ചിട്ടില്ല എന്ന് വരെ എന്നുള്ളതാണ്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല.
ഈ 2022 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് വരെ മെസ്സിക്ക് എത്ര നോക്കൗട്ട് സ്റ്റേജ് വേൾഡ് കപ്പ് ഗോളുകളുണ്ട് നോക്കിയാൽ മതി. ഇവരൊക്കെ ഇതിഹാസങ്ങളാണ്, ഏത് നിമിഷവും വേണമെങ്കിലും കാര്യങ്ങൾ മാറ്റിമറിക്കാം. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇപ്പോൾ കളി നന്നാകുന്നില്ലെങ്കിൽ വേൾഡ് കപ്പിൽ അടുത്ത കളി നന്നായിക്കോളും എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റൂല. ഇതൊരു ഷോർട്ട് ടൈം ടൂർണമെൻറ്റാണ്, കുറഞ്ഞ സമയം മാത്രമുള്ള കളിയാണ് ഉണ്ടാവുക. ഒരു മാസത്തെ കളിയായിരിക്കും, അല്ലെങ്കിൽ 40 ദിവസത്തെ കളിയായിരിക്കും, അതിനിടയിൽ 5-8 കളികളാണത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾക്ക് സമയമില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറ്റി അടുത്ത ആളെ കളിപ്പിക്കുക, അത് തന്നെ ചെയ്യേണ്ടത്. അത് പക്ഷേ ഈഗോ മാനേജ്മെൻ്റ് ഒക്കെ വലിയൊരു ഇഷ്യൂ ആണ്. എത്രത്തോളം ക്രിസ്ത്യാനോയെ പോലെയുള്ള ഒരു താരത്തെ മാറ്റി നിർത്താനുള്ള ധൈര്യം കോച്ചിന് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ മാറ്റി നിർത്തേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ, ക്രിസ്ത്യാനോ വീണ്ടും പ്രകടനം നടത്തട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ വേണ്ടി വന്നാൽ അതും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അടുത്ത കമൻറ്റ്, ഞാൻ വിചാരിക്കുന്നത് അവസാനത്തെ കമൻറ്റാണ് ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേ വിചാരിക്കുന്നു. അതെ, സ്പെയിനിനെ അർജന്റീന പരാജയപ്പെടുത്തും. അപ്പോഴേക്കിന് മാർട്ടിനസിന്റെ ഫോണിൽ മോർണിംഗ് അലാറം ഇടിക്കും. ജാക്ക് ഡോസൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ വന്നിട്ടുള്ള കമൻറ്റാണ്. ഇത് സംഭവം എന്താണെന്നറിയോ, ഇന്നലെ എമി മാർട്ടിനസിൻ്റെ ഒരു പ്രഡിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ലയുടെ സ്പോൺസേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ എമിലിയാനോ മാർട്ടിനസ് ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ അടുത്ത വേൾഡ് കപ്പ്. ആ അടുത്ത വേൾഡ് കപ്പിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അർജൻറ്റീന വീണ്ടും കപ്പടിക്കും. അതെന്ന് പറഞ്ഞാൽ അവർ ക്വാർട്ടർ ഫൈനലിൽ അവർ ഐ തിങ്ക് പ്രീ ക്വാർട്ടറാന്ന് തോന്നുന്നു, ഏതായാലും അവർ ഓരോരുത്തരും അങ്ങനെ തോൽപ്പിക്കുകയാണ്. സ്പെയിനിനെ തോൽപ്പിക്കുന്നു, ഫ്രാൻസിനെ തോൽപ്പിക്കുന്നു, സെമി ഫൈനലിൽ അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു, ഫൈനലിൽ ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിക്കുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് പറയുന്നത് സംഗതിയൊക്കെ ശരി, അർജൻറ്റീന കപ്പടിക്കും, തൊട്ട് പിന്നാലെ അതാണ് അതെ സ്പെയിനിന് അർജൻറ്റീന കപ്പടിക്കുന്നവരെ പോകുന്നില്ല സ്പെയിൻ. അപ്പോൾ ഇദ്ദേഹം സ്പെയിൻ ഫാനാന്ന് തോന്നുന്നു. അതാ പറഞ്ഞത് അതെ സ്പെയിനിനെ അർജൻറ്റീന പരാജയപ്പെടുത്തും, അപ്പോഴേക്കും മാർട്ടിനസിൻ്റെ ഫോണിൽ മോർണിംഗ് അലാറം അടിക്കുന്നത്. അതായത് ഇദ്ദേഹം സ്വപ്നം കണ്ടതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് എനിക്ക് വളരെ രസകരമായി അവതരിപ്പിച്ചൊരു കമൻ്റായിട്ട് തോന്നി. ഇതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വീണ്ടും ഇപ്പോൾ അർജൻറ്റീന കപ്പടിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പിന്നെ സ്പെയിൻ ഇപ്പോൾ നല്ല രൂപത്തിൽ ഇത്തവണ കണ്ടൻറ്റേഴ്സായിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ആ ഫൈനലിസീമ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഈ എന്താവുമായിരുന്നേനെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്നുള്ളൊരു ഉത്തരം കിട്ടിയേനെ. അപ്പോൾ അതില്ല, ഇതൊക്കെ ഈ സ്വപ്നങ്ങൾ ലോകത്ത് തന്നെയാണ് എല്ലാവരും. അതിപ്പോൾ ജൂലൈ 19 തോന്നുന്നു ഫൈനൽ. ആ ഫൈനലിൽ ആര് കിരീടം ചൂടും എന്ന് അറിയുന്നിടത്തോളം വരെ ഓരോരുത്തർ സ്വപ്നം കാണും. കുറേ ആൾക്കാരുടെ സ്വപ്നമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണു പോകും, കണ്ടിട്ടില്ലേ? ചില സ്വപ്നങ്ങൾ നേരത്തെ പൊലിഞ്ഞു പോകും, ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും. ഫുട്ബോൾ അങ്ങനെയാണ്, ലൈഫുമായി വളരെ കണക്റ്റഡാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നാളെ കമൻറ്റ് ഓഫ് ദി ഡേയിൽ വീണ്ടും കാണാം.